ഹലോ, നമ്മളിവിടെ ഒരു നമ്മുടെ പത്തില തോരനില്ലേ, ആ പത്തില തോരൻ്റെ ഒരു അംഗമായിട്ടുള്ള നമ്മുടെ ചേമ്പിൻ്റെ ഇല തോരൻ വെക്കാൻ പറ്റും. ചേമ്പിനും പോട്ടെ, സോറി, ചേനയില തോരൻ വെക്കാൻ പോകും കേട്ടോ. നമ്മൾ അധികം പേർക്കും അറിയില്ലായിരിക്കും, ചേനയില തോരൻ വെക്കുന്ന കാര്യമൊന്നും അധികം പേർക്ക് അറിയത്തുണ്ടായാലായിരിക്കും. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒട്ടും അറിയില്ല എങ്ങനെ എന്താ ചേനയുടെ ഇല ചൊറിയുവോ, ചേനയില എന്താ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ ചേനയുടെ ഇല നമ്മൾ തണ്ടും എല്ലാം കൂടെ കൂട്ടി അരിഞ്ഞെടുത്തിട്ട് നമ്മളത് വെക്കാൻ പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. നമ്മൾ ചേനയുടെ തണ്ടും ഇലയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള തേങ്ങ, ഉള്ളി, ചെറിയ ജീരകം എല്ലാം ചേർത്ത്, തേങ്ങയും ചെറിയ ജീരകം എല്ലാം, മഞ്ഞൾ എല്ലാം കൂടി ചേർത്ത് നമ്മളിത് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇടാൻ പോവാം കേട്ടോ. ചെറിയുള്ളി ഒന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ ചെറിയുള്ളി ഒന്ന് വഴറ്റുക. അതിനകത്തേക്ക് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ, അല്ലെങ്കിൽ ചുവന്ന കളർ ആകുന്നിടം വരെ ഉള്ളി ഒന്ന് വഴലണം. അതതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഉള്ളിയുടെ ആ മണമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് അതിലെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് വരണമെങ്കിൽ നമ്മൾ ഉള്ളി ഒന്ന് വഴന്നിട്ട് വേണം നമ്മളത് അതിലേക്ക് ഇടാൻ. അപ്പോൾ ഉള്ളി മൂത്ത് വരണം, അതുവരെ നമ്മൾ ഇളക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി ഏകദേശം ഒന്ന് മൂത്ത് വരാറായി കേട്ടോ. മൂത്ത് വരാറായി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കറിവേപ്പില ഇടാൻ പോവുകയാണേ. ആ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞങ്ങൾ മൂപ്പിക്കുക കേട്ടോ. മൂത്ത് വരുന്നുണ്ട്, ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നോക്കുമ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആയി വരണം, അതിൻ്റെ ഒരു കളറ് വരണം. കളർ വരുമ്പോഴേക്കും നമ്മൾ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് അരച്ച് വെച്ച നമ്മുടെ അരപ്പില്ലേ, ജീരകവും ഉള്ളിയും മഞ്ഞളെല്ലാം കൂടെ ഇട്ട് അരപ്പ് നമ്മൾ ഇടുവാണേ. അപ്പോൾ ഇട്ടോ, മഞ്ഞൾ ഇടുക. ഓക്കെ, ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഈ അരപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമെന്ന്. ഇളക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ചേമ്പിൻ്റെ ഇല ഇടുക കേട്ടോ. നല്ലോണം ചേമ്പിലേക്ക് ഇളക്കണേ. നല്ലോണം നമ്മൾ ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുവേ. എന്തായാലും നമുക്കിതുപോലെ തോരൻ വെക്കാം കേട്ടോ. നമ്മൾ ഈ ഇലകളൊക്കെ ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇല ഏത് സമയത്തും നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് മഴക്കാലത്തൊക്കെ അല്ലേ ചേമ്പിൻ്റെ ഇല കിട്ടുള്ളൂ, ചേനയുടെ ഇല, ചേമ്പിൻ്റെ ഇലയൊക്കെ നമുക്ക് മഴക്കാലത്തല്ലേ ഇങ്ങനെയുള്ള സമയത്തല്ലേ കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പത്തില തോരൻ എന്ന് വെച്ചാൽ നമ്മുടെ കർക്കിടകത്തിൽ പത്തില തോരൻ വെച്ച് കഴിക്കണം. പണ്ട് കാലത്തുള്ള ആൾക്കാരെല്ലാം കാണും. എല്ലാ തഴുതാമ, കൊടകൻ, അതുപോലെ തന്നെ നമ്മുടെ ചേമ്പില, ചേനയില എല്ലാം തോരൻ വെച്ച് കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ലോണം മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് അത് ഒരു 5 മിനിറ്റിനുള്ളിൽ അത് ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇലകൾ കറി വെക്കുമ്പോൾ നമുക്ക് എന്നാ വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തിരി പോഷകങ്ങൾ ചെല്ലും. എല്ലാ ഇലകളിലും അതിൻ്റേതായ പോഷകങ്ങളുണ്ട്. തകര, തഴുതാമ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാത്തിലേക്കും നമ്മളിപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ടിട്ട് എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ തോരൻ വെച്ച് കഴിച്ചാൽ എന്തോ തോരൻ വെക്കാനില്ല. അത് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന
പൈസ കൊടുത്ത് വിഷം മേടിച്ച് തിന്നുന്നതിന് എത്രയോ നല്ലതാണ്. നമ്മളിത് പൈസ കൊടുത്തിട്ട് വിഷം മേടിച്ച് തിന്നല്ലേ നമ്മൾ ചെയ്യുന്നത്. വീട്ടിലുള്ള വിധം എടുത്ത് ആദ്യം കറി വെക്കുക, അതിന് ശേഷമേ നമ്മൾ പോകാവൂ. ഓക്കെ, താങ്ക് യു.